മാങ്ങാക്കാലം ആകുമ്പോഴത്തേക്ക് കുട്ടനാട്ടിൽ ഒത്തിരി മാങ്ങ ഉണ്ടാകുമെന്ന് ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു അച്ചാറാണ് ഇത്. അമ്മ ഉണ്ടാക്കുന്നതാണ്. ഈ അച്ചാറുണ്ടല്ലോ, നമ്മൾ ഒട്ടും അടുപ്പിൽ വേവിക്കാതെ കുക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ ഈ മാങ്ങ വന്നിട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെ ആയിട്ടൊരു LP സ്കൂളുണ്ട്. ആ LP സ്കൂളിൻ്റെ മുറ്റത്ത് വലിയൊരു മാവുണ്ട്. മൂവാണ്ട മാവാണ്. 3 ശിഖരമായിട്ട് ഇങ്ങനെ വലിയ ഒരു മാവാണ്. അപ്പോൾ അത് എല്ലാ വർഷവും നിറയെ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് സ്കൂളിങ്ങനെ ലേലത്തിന് കൊടുക്കുമായിരുന്നു. ആ സമയത്ത് ഇടയ്ക്കൊക്കെ നമ്മളും ഇങ്ങനെ ലേലത്തിൽ പിടിക്കാറുണ്ട്. ഇല്ലെങ്കിൽ കളിക്കാൻ വരുന്ന പിള്ളേരും വഴിയെ പോകുന്നവരും എല്ലാം ഇങ്ങനെ പറിച്ചെടുത്ത് ആർക്കും ഒരു എന്താ പറയുക, സ്കൂളിന് അതൊരു അസറ്റല്ലേ. കുറച്ച് പൈസ കിട്ടുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ലേലത്തിന് പിടിക്കുന്നവരാരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും പുറത്തുനിന്ന് ആരും വന്ന് പറിക്കാനെടുക്കാനോ ഒന്നും നിൽക്കത്തില്ല. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ലേലത്തിൽ പിടിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് മാങ്ങ കിട്ടുന്ന ആ ഒരു സമയത്ത് നമ്മളുണ്ടാക്കി, മാങ്ങാക്കാലം കഴിയുന്ന സമയമുണ്ടല്ലോ, ഒട്ടും മാങ്ങ കിട്ടാത്ത സമയം, ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അച്ചാറുണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ കടുമാങ്ങ അച്ചാറിനേക്കായി കുറച്ചുകൂടി വലിയ പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ചെനച്ച മാങ്ങയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് മാറ്റി വെക്കുന്നുണ്ട്. വെള്ളം എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് സമയത്തേക്കൊന്ന് വെയിലത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നാലും ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് പിന്നെ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങിയൊക്കെ വരും. എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്യേണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത്. വെയിലത്തുനിന്ന് എടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, അതിപ്പോൾ കാശ്മീരിയോ അല്ലെങ്കിൽ നമ്മുടെ സാദാ മുളക്, എരിവുള്ള മുളക് ഒക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അച്ചാറിന് എത്രയും എരിവ് വേണമെന്നനുസരിച്ചിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടാക്കുകയൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടിയും കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കടുക് ചതച്ചാണ്. കടുകിൻ്റെ അരി വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ കിട്ടും. നേരത്തെയൊക്കെ അങ്ങനെയൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടത്തൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കല്ലിൽ വെച്ച് ചതച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കല്ലൊക്കെ വെച്ച് ചതച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒട്ടും വെള്ളമയം ഒന്നും പാടില്ല. കാരണം നമ്മൾ കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അച്ചാറല്ലേ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ അത് കല്ലിലൊക്കെ നന്നായിട്ട് തുടച്ചിട്ടൊക്കെ പൊടിച്ച് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർത്തപ്പോഴത്തേക്കും കുറച്ചുകൂടെ എരിവ് വേണമെന്ന് തോന്നി. അതാണ് പിന്നെ വീണ്ടും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെക്കണേ. ഇനി നമുക്ക് ലാസ്റ്റ് ഓരോ ബോട്ടിലായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കുവാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഈ ലാസ്റ്റാണ് ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നല്ലെണ്ണ ചേർത്താൽ അച്ചാർ കുറേ നാളത്തേക്ക് കേടൊന്നും ആവാതിരിക്കുമല്ലോ. അപ്പോൾ വലിയ വലിയ ബോട്ടിലുകളിലാക്കിയിട്ട് അതിന് മുകളിൽ ഒരു നല്ല ക്ലീനായിട്ടുള്ള ഉണങ്ങിയ തുണി നല്ലെണ്ണയിൽ മുക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് അടച്ചങ്ങ് എവിടെയെങ്കിലും മാറ്റി അങ്ങ് വെക്കും. കാരണം നമ്മൾ ഉടനെ എടുക്കുന്നില്ലല്ലോ. പിന്നെ മാങ്ങാക്കാലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചാറുകളൊക്കെ തീരുന്ന സമയത്താണ് ഇതെടുക്കുന്നത്. എടുത്തിട്ട് ചെറിയ ചെറിയ ബോട്ടിലാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ വലിയ ബോട്ടിൽ അങ്ങനെ വെച്ചാൽ എടുത്തിട്ട് പിന്നെ എടുക്കുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ചീത്തയാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഓരോ ദിവസത്തെ ഉപയോഗത്തിനായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു മാങ്ങ അച്ചാറെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ മാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുക്ക് ചെയ്യാതൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്ന് അലുത്ത് വരത്തില്ലേ. നമ്മൾ അച്ചാർ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് അലിഞ്ഞിരിക്കും. ആ ഒരു പരുവത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കൂടുതൽ മാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.